അപകടത്തിൽപ്പെട്ടവർക്കായി നിലമ്പൂർ വന മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. ഇതുവരെ 37 മൃതദേഹങ്ങളും 28 ശരീരഭാഗങ്ങളുമാണ് പോത്തുകല്ല്, മുണ്ടേരി ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തിയത്. നിലമ്പൂർ മുണ്ടേരി നായ്ക്കയം ഉൾവനത്തിൽ തെരച്ചിൽ നടത്തുന്നവർക്കൊപ്പം മീഡിയ വൺ സംഘവുമുണ്ട്. ജംഷീർ കുടുങ്ങി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മൃതദേഹം ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ വടം വെച്ചുകൊണ്ട് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ കുറേ സമയമായി പ്രവർത്തകർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. കാരണം പുഴ കുത്തിയൊലിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ തന്നെ നീന്തുമ്പോഴൊന്നും അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ, വലിയ കുത്തൊഴുക്കാണ്. പുഴ ഗതി മാറി ഒഴുകിയ ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഉൾവനത്തിൽ കൂടിയാണ് ഈ ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ വലിയ ഒരു കുത്തൊഴുക്കിലാണ് പുഴ ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്. പുഴയ്ക്കിടെ അക്കരയിലാണ് ഈ പ്രദേശത്ത്, തുരുത്ത് പോലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. 6 മൃതദേഹങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുക എന്ന ഒരു ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് എങ്ങനെ എത്തിക്കും എന്നുള്ളതായിരുന്നു. കാരണം വലിയ കുത്തൊഴുക്കാണ്, അവിടെ എത്തിക്കാനുള്ള മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. ആ റോപ്പ് കയറ് വഴി ആണ് ഇപ്പോൾ ആ മൃതദേഹം അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. കയറ് വഴി, ആ റോപ്പ് വഴി ആ മൃതദേഹം ഇക്കരയ്ക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഏറെ വേദനാജനകമായ ദൃശ്യങ്ങൾ. മൃതദേഹങ്ങൾ ഇവിടെ 6ഓളം മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആ ഭാഗത്ത് ലഭിച്ചിട്ടുള്ളത്. ആ മൃതദേഹങ്ങൾ ഇക്കരയ്ക്ക് എത്തിക്കുന്ന ഒരു ദൃശ്യമാണ്. അത് രക്ഷാപ്രവർത്തകർ ഏറെ ശ്രമകരമായിട്ടാണ് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതാണ്. ആ മൃതദേഹങ്ങൾ ഓരോന്നായി കയറ് മാർഗം റോപ്പ് വഴി ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് എത്തിക്കുകയാണ്. ഇപ്പുറത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടുന്ന് നടന്ന് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത മൃതദേഹം എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷാപ്രവർത്തകരുള്ളത്. 6 മൃതദേഹങ്ങളാണ് നേരത്തെ രക്ഷാപ്രവർത്തകർക്ക് നേതൃത്വം നൽകുന്ന ആളോട് നമ്മൾ സംസാരിച്ചപ്പോൾ 6 മൃതദേഹങ്ങളാണ് അപ്പുറത്തെ തുരുത്തിൽ നിന്ന് ലഭിച്ചത് എന്നാണ് രക്ഷാപ്രവർത്തകർ പറഞ്ഞത്. അതെല്ലാം തന്നെ തുണികളിലും മറ്റുമായി അവർ അവിടെ മൂടി വെച്ചിരിക്കുകയാണ്. അതിങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. ട്യൂബ് അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ പുഴ ഇക്കരയ്ക്ക് കടക്കാൻ ഒരു സംവിധാനങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ റോപ്പ് മാർഗം കയറ് കെട്ടിയാണ് ഈ മൃതദേഹങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. നിരവധി രക്ഷാപ്രവർത്തകർ ഇവിടെ ഉണ്ട്. അത് ആ മൃതദേഹങ്ങൾ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനും അത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏതാണ്ട് ഒരു 6 കിലോമീറ്ററോളം താഴേക്ക് പോകേണ്ടി വരും. കാരണം വാഹന സൗകര്യങ്ങളും മറ്റും ഒക്കെ കിട്ടാൻ വേണ്ടി അതുവരെ ഇവിടുന്ന് അങ്ങോട്ട് മൃതദേഹങ്ങൾ ചുമന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട്. കുറച്ചുകൂടി താഴേക്ക് പോയാൽ ഓഫ് റോഡ് വാഹനങ്ങൾ എത്തുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ട്രാക്ടറുകൾ, ജീപ്പുകൾ ഉൾപ്പെടെയുള്ളവ വരും. അതിലേക്ക് മൃതദേഹങ്ങൾ വെച്ചതിന് ശേഷം താഴേക്ക് കൊണ്ടുപോയി അവിടെ ആംബുലൻസുകളുണ്ട് പ്രധാന റോഡിൽ. അവിടെ നിന്ന് ആംബുലൻസുകൾ വഴി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്താണ് കൂടുതലായി മൃതദേഹങ്ങൾ ഉള്ളത് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ നിരവധി സന്നദ്ധ പ്രവർത്തകരും നിരവധി നാട്ടുകാരും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കാരണം ഈ ഭാഗങ്ങളിലാണ് കൂടുതലായും മൃതദേഹങ്ങൾ ഉള്ളത് എന്ന് നേരത്തെ തന്നെ ആളുകൾ, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പറയുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ കൂടുതൽ ആളുകൾ, രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൈകളിലുള്ള കയറുകൾ, അവരുടെ കൈകളിലുള്ള ആയുധങ്ങൾ എന്താണോ അല്ലെങ്കിൽ രക്ഷാദൗത്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന സാമഗ്രികൾ എന്താണോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മളിവിടെ നിൽക്കുന്നതിന് കൂടുതൽ മുകളിലേക്ക് ആളുകൾ, രക്ഷാപ്രവർത്തകർ പോകുന്നുണ്ട്. കാരണം അവിടേക്ക് പുഴ ഇങ്ങനെ ഗതിമാറി ഒഴുകി വളഞ്ഞു പുളഞ്ഞു വരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശങ്ങളിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഭാഗങ്ങളിലാണ് പുഴയുടെ ഈ മരങ്ങളൊക്കെ വന്ന് ഒരു ഭാഗത്തേക്ക് കൊണ്ട് തള്ളിയിരിക്കുന്നത്. ആ ഭാഗങ്ങളിലാണ് മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഭാഗങ്ങളിലാണ് മൃതദേഹങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ടേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തുകയാണ്. ഈ
നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അപ്പുറത്തുള്ള ചെറു തുരുത്തുകൾ പോലുള്ള പ്രദേശമായത് ഈ പുഴ ഗതി മാറി ഒഴുകി നടുക്ക് തുരുത്ത് പോലെയുള്ള പ്രദേശമായതാണെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ, ആ തുരുത്തുകളിലെല്ലാം തന്നെ ഈ മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 6 മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു. അതിൽ ഒരു മൃതദേഹം ഇപ്പോൾ ഇക്കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. അത് റോപ്പ് വഴിയാണ് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ബാക്കി മൃതദേഹങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മീഡിയ വൺ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു കുത്തൊഴുക്കിലാണ് ഈ പുഴ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് എന്നുള്ള ഇവിടെ നിന്നെല്ലാം ഒഴുകിപ്പോയ മൃതദേഹങ്ങളാണ് ചാലിയാറിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ, താഴെ ഭാഗങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കൂടി നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കാണാൻ കഴിയുന്ന. അവരെല്ലാം തന്നെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ്. കാരണം അവിടെയും മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു നിഗമനം തന്നെയാണ് രക്ഷാപ്രവർത്തകർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. കാരണം കൃത്യമായൊരു കണക്കോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ നമുക്ക് ലഭ്യമല്ല, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് ആർക്കും തന്നെ ലഭ്യമല്ല. തിരയുക എന്നുള്ളതാണ്. പുഴയുടെ ഓരങ്ങളിലും പുഴയിലുമൊക്കെ തിരച്ചിൽ നടത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള വഴി. അങ്ങനെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഇത്ര മൃതദേഹങ്ങൾ ഒഴുകിപ്പോയി, അല്ലെങ്കിൽ എത്ര മൃതദേഹങ്ങൾ ആളുകൾ പോയിട്ടുണ്ട്, എത്ര മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടാകാം എന്നുള്ള ഒരു നിഗമനം കൃത്യമായി നമുക്ക് ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലായും ഈ തിരച്ചിൽ നടത്തി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ നടത്തുന്നത്. മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുന്ന വഴികളിലൊക്കെ തന്നെ ഓരോ പ്രദേശങ്ങളിലും, ഓരോ ഭാഗങ്ങളിലും, പുഴയുടെ ഓരങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടാണ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് കൂട്ടമായി വരുന്നത് എന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് എല്ലാവർക്കും ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതേറെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുക. കാരണം ഇത്തരം വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ കൈമയും മറന്നുകൊണ്ട് ഒരു ജനത, ഒരു നാട്ടുകാർ, ഒരു യുവാക്കൾ, ഒരു വിഭാഗം ആളുകൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന് അവരുടെ കൈമയും മറന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മൃതദേഹങ്ങൾ ഇക്കരയ്ക്ക് എത്തിച്ച മൃതദേഹങ്ങൾ ഇവിടുന്ന് വാഹന സൗകര്യം ഉള്ള ഭാഗത്തേക്ക് പ്രവർത്തകർ ടീം വെൽഫെയർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചുമന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് ഇനിയിപ്പം ഓഫ് റോഡ് വാഹനങ്ങൾ പോലും ഇങ്ങോട്ടേക്ക് വരില്ല. അത് അങ്ങോട്ടേക്ക് എത്തുന്ന ഏതാണ്ടൊരു 4-5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ട്രാക്ടറോ ജീപ്പോ ഉള്ള ഭാഗത്തേക്കാണ് ഈ മൃതദേഹം കൊണ്ടുപോകുന്നത്. അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് ആ ജീപ്പിലോ ട്രാക്ടറിലോ മറ്റോ കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളതാണ്. ഈ ഒരു ദൗത്യമാണ് ഏറെ ശ്രമകരമായ കാര്യം. കാരണം പുഴയ്ക്കപ്പുറവും മറ്റുമൊക്കെ മൃതദേഹങ്ങൾ ലഭിക്കുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതും ഏറെ ശ്രമകരമായ ദൗത്യമാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളതും നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. മാത്രമല്ല മൃതദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് നമുക്ക് നേരിട്ട് കാണേണ്ടി വരുമ്പോൾ അത് ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ്. മാത്രമല്ല ആളുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറി പോവുകയാണ്.